കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. ശതാബ്ദി പിന്നിട്ട രൂപതയ്ക്ക് ആഗോള സഭയുടെ സമ്മാനമായാണ് പുതിയ പദവി ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ അറിയിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോഴിക്കോട് ബിഷപ്പ് ഹൗസിലെത്തി. Your Lordship, Right Reverend Varghese Chakalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the 1923 സ്ഥാപിതമായ കോഴിക്കോട് രൂപതയെ അതിരൂപതയായും ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ മെത്രാപ്പൊലീത്തയായും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അവതരിപ്പിച്ചു. ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 വത്തിക്കാനിലും കോഴിക്കോട് ബിഷപ്പ് ഹൗസിലുമായി പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത്. ഇതോടെ മലബാർ മേഖലയിലെ ആദ്യ ലത്തീൻ അതിരൂപതയായും കേരളത്തിലെ 3ാമത്തെ അതിരൂപതയായും കോഴിക്കോട് മാറി. പ്രതീക്ഷിക്കാതെ ദൈവം തന്ന സമ്മാനമാണ് പുതിയ പദവിയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ, കോഴിക്കോട് രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ ഈ ഒരു പ്രതീക്ഷ തന്നെ എനിക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും വിസ്മയങ്ങളുടെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കിയും എന്നെ മെത്രാപ്പോലീത്തയാക്കിയും പ്രഖ്യാപിക്കാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു. ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ ആദ്യം അഭിനന്ദനവുമായി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും MK രാഘവൻ MPയും T സിദ്ദിഖ് MLAയും എത്തി. പിന്നാലെ മന്ത്രി PA മുഹമ്മദ് റിയാസും ബിഷപ്പ് ഹൗസിലേക്കെത്തി. ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് എത്തിയത്. ബിഷപ്പ് ഹൗസിൽ 10 മിനിറ്റോളം ചെലവഴിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. കണ്ണൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുംതല, കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ആംബ്രോസ് പുത്തൻവീട്ടിൽ, സുൽത്താൻപേട്ട് രൂപത അധ്യക്ഷൻ പീറ്റർ അബീർ, താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റമീജിയോസ് ഇഞ്ചനാനിയൽ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. 1981 വൈദിക ജീവിതം തുടങ്ങിയ വർഗീസ് ചക്കാലക്കൽ 1998 ബിഷപ്പ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1999 കണ്ണൂർ ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. 2012 മുതൽ കോഴിക്കോട് രൂപത ബിഷപ്പായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തൃശൂർ കോട്ടപ്പുറം രൂപത അംഗമാണ്. ഓശാന ഞായർ തലേന്ന് വിശ്വാസികൾക്കുള്ള മധുരമായാണ് പുതിയ അതിരൂപത പദവി എത്തിയിരിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.